രാവിലെ ഉണ്ടാക്കുന്നത് പുട്ടും ഇന്നലത്തെ മീൻകറിയും. നമുക്ക് ആദ്യം പുട്ടുണ്ടാക്കാം. അപ്പൊ പുട്ടുണ്ടാക്കിയിട്ട് വരുന്നത് കുറച്ചുപ്പ്. കുറച്ചുപ്പ് ഞാൻ നേരത്തെ ഇട്ടിനേനു, അതുകൊണ്ട് അതിനെ കുറച്ചിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. നല്ലോണം ഒന്ന് കുഴച്ചിട്ട് പുട്ടുപൊടി കുഴച്ചിട്ട് ഞാൻ 5 മിനിറ്റ് ഇതാ വെക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് തേങ്ങ ചിരകാം. നമ്മള് പുട്ടുണ്ടാക്കാൻ തുടങ്ങുന്നതാണ്. അങ്ങനെ പുട്ടായിട്ടുണ്ട്. അത് അടച്ചു വെക്കാം. നമുക്ക് പുട്ടും ആവി വെക്കണം. അപ്പൊ ഇന്ന് രാവിലത്തെ പലഹാരം എന്ന് പറയുന്നത് എന്റെ പുട്ടും മീൻകറിയും. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. അടിപൊളിയാ. തലേന്നത്തെ മീൻകറിയും പുട്ടും. A few moments later. ഒരു ഹായ് പറ. ഒരു ഹായ് പറ. ഇങ്ങനെ പറ. സ്റ്റാർ ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഇത് ഇത്രയാ ബാക്കിയുള്ളൂ. ബാക്കി മുഴുവൻ കഴിഞ്ഞ്. അപ്പം നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഇട്ട നത്തലച്ചാറിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഇതാ ഇത്രയേ ബാക്കിയുള്ളൂ. ബാക്കി മുഴുവൻ കഴിഞ്ഞ് എല്ലാം വേഗം വേഗം തീർത്ത്.